അതേസമയം ഇന്ന് കോഴിക്കോട് ഒരു വിവാദമുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യദിന ആഘോഷത്തിനിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ നാടകീയ രംഗങ്ങളാണ് ഉണ്ടായത്. ഒരേ സമയം ദേശീയഗാനവും വന്ദേമാതരവുമാണ് ആലപിച്ചത്. മേയർ ദേശീയഗാനം പാടിയപ്പോഴാണ് BJP കൗൺസിലർമാർ വന്ദേമാതരം ആലപിച്ചത്. ദേശീയഗീതത്തെ മേയറും ഡെപ്യൂട്ടി മേയറും അപമാനിച്ചതായി BJP ആരോപിച്ചു. വന്ദേമാതരം പാടിയപ്പോൾ ഇരുവരും പുറംതിരിഞ്ഞ് നടന്നുവെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും BJP. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, കോഴിക്കോട് എന്താണ് സംഭവിച്ചത്? ഇത് വളരെ പ്ലാൻഡ് ആയുള്ള ഒരു നീക്കമാണോ അവിടെ സംഭവിച്ചത്? BJP ഉന്നയിക്കുന്ന ആക്ഷേപം എന്താണ്? ഒപ്പം തന്നെ BJP കൗൺസിലർമാരുടെ ഈ നീക്കത്തോട് മേയറുടെ അടക്കമുള്ള പ്രതികരണം എങ്ങനെ? സജിത്ത് നേരത്തെ തന്നെ ആലോചിച്ചുറപ്പിച്ചതാണ്. ഇന്നിപ്പോൾ ഈ ദേശീയ ഗാനത്തോടൊപ്പം ദേശീയ ഗീതവും ആലപിക്കാൻ തീരുമാനമെടുത്തത് തന്നെയായിരുന്നു BJP. എന്തായാലും ഇന്ന് ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകളുടെ ഭാഗമായി കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ പതാക ഉയർത്തുകയും അതിനോടൊപ്പം സന്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് മേയർ ഉൾപ്പെടെയുള്ളവർ ദേശീയ ഗാനം ആലപിക്കാൻ ആരംഭിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് BJP കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിൽക്കുകയും അവർ വന്ദേമാതരം സമാന്തരമായി തന്നെ ആലപിക്കുകയും ചെയ്ത് ഒരേ സമയത്ത് ദേശീയ ഗീതവും ദേശീയ ഗാനവും ആലപിക്കപ്പെടുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ദേശീയ ഗാനം ആലപിച്ചു കഴിഞ്ഞപ്പോൾ മേയറും ഡെപ്യൂട്ടി മേയറും അടക്കമുള്ളവർ അവർ അവിടെ നിന്നും മടങ്ങുകയും BJP കൗൺസിലർമാർ അവിടെ നിന്ന് വീണ്ടും ഈ ദേശീയ ഗീതത്തിന്റെ ആലാപനം പൂർത്തിയാക്കുകയുമാണ് ചെയ്തത്. ഇപ്പോൾ ദേശീയ ഗീതത്തെ മേയറും ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരും അപമാനിച്ചു എന്ന ആരോപണമായാണ് BJP കൗൺസിലർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. ദേശീയ ഗീതം ആലപിക്കുമ്പോൾ അവർ സ്ഥലത്തു നിന്നും പിന്തിരിഞ്ഞു നടന്നു എന്ന ആരോപണമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ നേരത്തെ നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്. അപ്രതീക്ഷിതമായാണ് ദേശീയ ഗീതം BJP കൗൺസിലർമാർ പാടിയത് എന്നാണ് മേയറുടെ ഡെപ്യൂട്ടി മേയറും പറയുന്നത്. പക്ഷേ അവർ ഇക്കാര്യത്തിൽ ഒരു പരസ്യമായൊരു പ്രതികരണത്തിന് പിന്നീട് തയ്യാറാവാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ദേശീയ ഗാനം ആലപിക്കുന്നു, തൊട്ടു പിന്നാലെ ദേശീയ ഗീതവും ആലപിക്കുന്നു. ഈ രണ്ടും ഒരേ സമയത്ത് തന്നെ
ആലപിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും ദേശീയ ഗീതത്തെ മേയറും ഡെപ്യൂട്ടി മേയറും അപമാനിച്ചു എന്നാണ് BJP ആരോപിക്കുന്നത്. അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും LDF-ന്റെയും BJP-യുടെയും കൗൺസിലർമാരാണ് ഇന്ന് കോർപ്പറേഷനിൽ എത്തിയത്. UDF-ന്റെ ഭാഗത്തു നിന്നും കൗൺസിലർമാർ ആരും ഇന്നത്തെ ഈ ദേശീയ ഗാനവും ഗീതവും ഒക്കെ ആലപിക്കപ്പെട്ട ഈ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തുമില്ല. സജിത്ത്. അനീഷ്, സംസ്ഥാനത്ത് സർക്കാർ കോൺഗ്രസ് UDF സർക്കാർ വളരെ ജാഗ്രതയിലായിരുന്നു. കാരണം മുമ്പൊരു സർക്കുലർ ഉണ്ടാക്കിയ വിവാദമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തെയോ ജില്ലയിലോ പരിപാടികളിൽ വന്ദേ മാതര വിവാദം കടന്നു വരാതിരിക്കാനുള്ള ജാഗ്രത കാട്ടി. പക്ഷേ ഈ കോർപ്പറേഷനുകളിൽ BJPക്ക് സ്വാധീനമുള്ള കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും മറ്റൊരു നീക്കമുണ്ടെന്ന് മുന്നിൽ കാണുകയും ചെയ്തു. പക്ഷേ കോഴിക്കോട് ഇത്തരമൊരു നീക്കമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല മുമ്പ്. അങ്ങനെ വേണോ കരുതാൻ? ഒരേ സമയം വന്ദേ മാതരം ഒരിടത്ത് ആലപിക്കുമ്പോൾ മറ്റൊരിടത്ത് ദേശീയ ഗാനമെന്ന് പറയുമ്പോൾ ദേശീയ ഗാനം പാടുന്നതിനിടയിൽ വന്ദേ മാതരം ആലപിച്ചു, അതിലൂടെ ദേശീയ ഗീതത്തെയും അപമാനിച്ചു. അങ്ങനെയൊരു പ്രശ്നം കൂടി ഇതിൽ മേയർ അടക്കമുള്ള ഭരണ സംവിധാനങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും ഇത് രാഷ്ട്രീയ പ്രേരിതമായ കാര്യമാണെങ്കിൽ പോലും ഒരു ദേശീയ ഗീതത്തെയും ദേശീയ ഗാനത്തെയും അപമാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ദേശീയ ഗാനം പാടുമ്പോൾ അതേ സമയത്ത് തന്നെ സമാന്തരമായി ഇത്തരം ദേശീയ ഗീതം കൂടി ആലപിക്കുന്നത് ഒരു കാരണവശാലും നല്ല കീഴ്വഴക്കമായി നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പക്ഷേ വേണമെങ്കിൽ അവർക്ക് ദേശീയ ഗാനം ആലപിച്ചു കഴിഞ്ഞ ശേഷം ദേശീയ ഗീതം ആലപിക്കാമായിരുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ ചടങ്ങിൽ ഏത് വേണമെന്ന കാര്യത്തിലൊരു തീരുമാനമെടുക്കാമായിരുന്നു. BJP കൗൺസിലർമാർ പറയുന്നത് അവർ നേരത്തെ തന്നെ ഇക്കാര്യം ഡെപ്യൂട്ടി മേയറെ അറിയിച്ചിരുന്നു എന്നാണ്, ഈ ദേശീയ ഗീതം പാടും എന്നത്. പക്ഷേ അങ്ങനെ ഒരു അറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നാണ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ ഈ ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തീർച്ചയായും ആ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിന്റെ പ്രോട്ടോകോൾ നിശ്ചയിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളാണ്, അതിൽ നയിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അങ്ങനെ ഒരു പ്രോട്ടോകോളിൽ ഇന്നത്തെ ഈ ചടങ്ങിൽ ദേശീയ ഗീതം പാടുന്നു എന്ന് നേരത്തെ തന്നെ അറിയിച്ചിട്ടില്ല. ദേശീയ ഗാനം പാടി തന്നെയാണ് സംസ്ഥാനത്ത് എല്ലാ ഇടങ്ങളിലും ഇന്നത്തെ ചടങ്ങുകൾ നടക്കുന്നത്. ഒരു പക്ഷേ വേണമെങ്കിൽ ദേശീയ ഗീതം പാടണമെങ്കിൽ ഈ ദേശീയ ഗാനം പാടി ഔദ്യോഗിക പ്രോട്ടോകോൾ അനുസരിച്ചുള്ള പരിപാടികൾക്ക് ശേഷം പാടാമായിരുന്നു. പക്ഷെ എന്തായാലും ഒരേ സമയത്ത് തന്നെ ഇരുപക്ഷവും അവർക്ക് വേണ്ട ഗീതം വേണ്ടവർക്ക് ഗീതവും ഗാനം വേണ്ടവർക്ക് ഗാനം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആലപിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു അർത്ഥത്തിൽ ദേശീയ ഗീതത്തോടും ഗാനത്തോടുമുള്ള ഒരു അപമാനമായി അല്ലെങ്കിൽ ഒരു മോശം പെരുമാറ്റമായി തന്നെ കണക്കാക്കാം. സജിത്ത്. കോഴിക്കോട് നടന്നത് നാടകീയ സംഭവങ്ങളാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ദേശീയ ഗാനവും ദേശീയ ഗീതവും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നതും അത് സംബന്ധിച്ച നിയമ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഒപ്പം തന്നെ വൈവിധ്യവുമെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിനും നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരത ഓർമ്മപ്പെടുത്തുന്നതിനും വേണ്ടി കൂടിയാണ്. അവിടെയാണ് ഇത് വിവാദത്തിൻ്റെ വഴിയൊരുക്കാൻ അല്ലെങ്കിൽ വിവാദത്തിന് ഇടയാക്കുന്ന അതിനുവേണ്ടി തള്ളിവിടുക എന്ന ബോധപൂർവമായ നീക്കമുണ്ടാകുന്നത്. അത് ആര് നടത്തിയാലും അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഒരു തർക്കവുമില്ല ഇക്കാര്യത്തിൽ. അതുതന്നെയാണ് കോഴിക്കോട് സംഭവിച്ച കാര്യത്തിൽ കൂടി വിശദീകരണം ആ രീതിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഫലത്തിൽ ഈ വിവാദം ദേശീയ ഗീതത്തെയും ഗാനത്തെയും അപമാനിക്കലായി കൂടി മാറുന്നു എന്നതാണ് സാഹചര്യം. ഇതിൽ വിശദീകരണവും തുടർ ചർച്ചകളും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.